നീ ഈ പറഞ്ഞ കാര്യം വേറെ ആരോടും പറയണ്ട, ആ സൂര്യവംശിയോട് പോലും. അവൻ അറിഞ്ഞ പിന്നെ നിന്റെ ആങ്ങളുടെ ലോകഭരണം മാത്രം നോക്കിയാൽ മതി. അറിയാലോ ആ പെണ്ണ് ആരുടെ മോളാണെന്ന്. അയ്യോ സാറേ, എൻ്റെ ഇക്കാക്കനെ രക്ഷിക്കണം. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞ് അവർ ചങ്കുപൊട്ടി മരിക്കും. സാറ് എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഡിക്കാക്കനെ രക്ഷിക്കണം. ഇസഹാക്ക് വീണ്ടും ഒരു സൂത്രക്കാരനെ പോലെ ഉമ്മുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വസിക്കാം. അവനെ രക്ഷിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ്. എന്റെ കോളേജിന്റെ സൽപ്പേര് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പറ, അവൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? അറിയില്ല സാർ, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്, രാഹുൽ സങ്കടത്തോടെ പറഞ്ഞു. ശരി, നീ ക്ലാസ്സിലേക്ക് പൊക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം പറഞ്ഞുകൊണ്ട് ഇസഹാക്ക് മുന്നോട്ട് നടന്നു. എന്റെ ഉമ്മു, നീ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അതൊരു ടോക്കാകരുത്. സാറ് നമ്മളെ സഹായിക്കുമായിരിക്കുമല്ലേ? എന്റെ പൊന്നു മോളെ, ആ കാട്ടാളന്റെ സ്വഭാവം ദൈവത്തിന് പോലും പറയാൻ പറ്റത്തില്ല. അയാൾ എന്തൊക്കെ ഒപ്പിക്കുമെന്ന്. എന്റെ പടച്ച തമ്പുരാനെ, എന്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രശ്നം വരുത്താതെ അവന്റെ നിരപരാധം ഒന്ന് തെളിയിക്കണേ. എല്ലാം നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ നടക്കും. നീ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിക്കാൻ നിന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകും. അത് മാത്രമല്ല, അനഘ സ്റ്റാഫ് റൂമിൽ പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുകൂടി അറിയണ്ടേ? എന്തിനാ വിഷയട്ടെ ഡോക്ടർ നിങ്ങളുടെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്? എന്റെ മോൾക്ക് എന്തെങ്കിലും? എന്റെ ലക്ഷ്മി, താനിങ്ങനെ കരയാതെ, എന്റെ ഉള്ള ധൈര്യം കൂടെ താനിങ്ങനെ ചോർത്തി കളയാതെ. എന്നാൽ പറ, എന്താ ഡോക്ടർ പറഞ്ഞത്? എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ മോൾക്ക് ബോധം വന്നോ? വീണ്ടും ലക്ഷ്മി അത് ചോദിച്ചപ്പോൾ വിശ്വനാഥനൊന്നും പറയാനില്ലാത്തതുപോലെ ആ കസേരയിൽ ഇരുന്നു പോയിരുന്നു. അയാളുടെ മനസ്സ് കുറച്ചു മുമ്പ് നടന്ന ആ സംഭവത്തിലേക്ക് ഒന്നും കൂടി പോയി. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മോൾ മേധ ഒരിക്കലും ഡ്രഗ് അഡിക്റ്റ് അല്ല. മോനെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്, നമ്മുടെ കുട്ടി അങ്ങനൊന്നും അല്ലെന്ന്. ആ നിമിഷം വിശ്വനാഥൻ വെറും ഒരു അച്ഛൻ മാത്രമായിരുന്നു. കേരള രാഷ്ട്രത്തിന്റെ ചാണക്യൻ എന്നൊക്കെയുള്ള ബഹുമതികളോ പേരുകളോ ഒന്നും അദ്ദേഹത്തിന് അപ്പോൾ ബാധകമല്ല. തികച്ചും സാധാരണക്കാരനായ ഒരച്ഛൻ, തന്റെ മകളെ ഓർത്ത് വേദനിക്കുന്ന ഒരച്ഛൻ. ഡോക്ടർ എന്തേ പറഞ്ഞു വരുന്നത്? മേധ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. അതുമാത്രമല്ല, അവൾക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഫ്രണ്ട്സും ഇല്ല. സാർ, ഞാൻ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? റിപ്പോർട്ട്സ് എല്ലാം സാർ ഒന്ന് പരിശോധിച്ച് നോക്ക്. സാറും ഒരു ഡോക്ടർ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യദുവിന് നേരെ ഒരു ഫയൽ നീട്ടി. ആ ഫയൽ ഓപ്പൺ ചെയ്ത യദുവിന്റെ മുഖം ഒരു നിമിഷം കൊണ്ട് മങ്ങി. എന്താ അതിൽ? നീ ആ റിപ്പോർട്ടിങ് ഇതാ. വിശ്വനാഥ് ബലമായി തന്നെ ആ ഫയൽ വാങ്ങി ഓപ്പൺ ചെയ്തു. ബ്ലഡ് ടോക്സിക്കോളജി സ്ക്രീൻ പോസിറ്റീവ് എന്ന വരി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് കാഴ്ചയിൽ മങ്ങലിൽ അയാൾ ആ റിപ്പോർട്ടിലൂടെ മിഴികൾ ചലിപ്പിച്ചു. രക്തത്തിൽ അപകടകരമായ അളവിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന വാക്കുകളായിരുന്നു അത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിനുള്ളിൽ കനത്ത നിശബ്ദതയായിരുന്നു. മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്ന ലാപ്പിന്റെ സ്ക്രീനിലേക്ക് സൂര്യവംശി കണ്ണും വെക്കാതെ നോക്കിയിരുന്നു. ബി ബ്ലോക്കിന്റെ CCTV ദൃശ്യങ്ങൾ ഓരോ ഫയലുമായി അവൻ പിന്നോട്ട് ഓടിച്ചു. മേധ ടെറസിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. പെട്ടെന്നൊരു യുവാവ് ബി ബ്ലോക്കിന്റെ ഇടനാഴിയിലൂടെ ദേഷ്യപ്പെട്ടു പോകുന്നത് സൂര്യവംശിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൊപ്പി ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല. എങ്കിലും അവന്റെ നടത്തത്തിലും ശരീരഭാഷയിലും എന്തോ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ ചെക്കൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? സൂര്യവംശി കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളോട് ചോദിച്ചു. ഫേസ് ക്ലിയർ അല്ല സാർ, കോളേജ് ID കാർഡും കാണുന്നില്ല. കോൺസ്റ്റബിൾ മറുപടി നൽകി. അപ്പോഴേക്ക് സൂര്യവംശിയുടെ ഫോൺ ശബ്ദിച്ചു. സൈബർ സെല്ലിൽ നിന്നുള്ള കോൾ. പറയൂ പ്രമോദ്, എന്തായി? സാർ, മേധയുടെ കോൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി ഒരു പ്രത്യേക നമ്പറിൽ നിന്ന് അവൾക്ക് തുടർച്ചയായി കോളുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ സംഭവത്തിന് തൊട്ടു മുമ്പ് 10 മിനിറ്റോളം ഈ നമ്പറിൽ നിന്നുള്ള കോൾ അവൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ കോളേജ് ക്യാമ്പസ് തന്നെയാണ്. ആരുടെ പേരിലാണ് സിം? നിഹാൻ, മഹാരാജാസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി. നിഹാൻ. സൂര്യവംശി ആ പേര് തന്റെ ഡയറിയിൽ കുറിച്ചു. അവൻ ഉടൻ പ്രിൻസിപ്പാലിനെ വിളിച്ചു. നിഹാൻ എന്ന വിദ്യാർത്ഥിയുടെ അഡ്രസ് ഫോട്ടോ എനിക്കിപ്പൊ തന്നെ വേണം. ഫയൽ തുറന്ന ഫോട്ടോ കണ്ടതും സൂര്യവംശിയുടെ സംശയം ഉറപ്പായി. CCTVയിൽ കണ്ട അതേ ശരീരപ്രകൃതി. സാർ, നിഹാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ക്ലാസ്സിലും വന്നിട്ടില്ല, പ്രിൻസിപ്പൽ പറഞ്ഞു. അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എല്ലാവരെയും എനിക്ക് കാണണം, എത്രയും പെട്ടെന്ന്. സൂര്യവംശിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു. എന്തൊക്കെ തെളിവുകൾ അവന് കിട്ടിയെന്നുള്ള ഒരാത്മസംതൃപ്തി അവന്റെ കണ്ണുകൾ ഉണ്ടായിരുന്നു.
സാർ, നിഹാന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിഷോർ. അതുപോലെ അവന് ഇരട്ട സഹോദരിയുമാണുള്ളത്. ആ പെൺകുട്ടി ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. പേര് ഉമ്മു കുൽസു. സൂര്യവംശിയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു, ഒരു കൗശലക്കാരന്റെ ചിരി. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ വിളിപ്പിക്കുക. എടോ അരുണെ, നമ്മുടെ കോൺസ്റ്റബിൾ മറിയക്കുട്ടി കൂടി ഇങ്ങോട്ട് വിളിച്ചേര്. അവൻ ഒളിവിൽ പോയിട്ടുണ്ടാകും. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ സൂര്യ പൊക്കിയിരിക്കും മോനെ. സൂര്യ പുറത്തേക്ക് ഇറങ്ങി. അരുൺ, അവന്റെ ഫോൺ എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. അവന്റെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും പോലീസ് എത്തണം. എത്രയും വേഗം അവനെ കസ്റ്റഡിയിൽ എടുക്കണം. തനിക്കറിയാലോ ഈ കേസിന് മുകളിൽ നിന്നുള്ള പ്രഷർ എത്രമാത്രമാണെന്ന്. പോലീസ് ജീപ്പ് സൈറൻ മുഴക്കി കോളേജ് ഗേറ്റ് കടന്നു. ആ വാർത്ത ക്യാമ്പസിൽ നിമിഷങ്ങൾക്കകം പടർന്നു. കുളങ്ങര തറവാട്ടിന്റെ തെക്കേ മൂലയിലുള്ള പഴയ പത്തായപ്പുര. പഴമയുടെ ഗന്ധവും ഇരുട്ടും നിറഞ്ഞ ആ മുറിക്കുള്ളിൽ നിഹാൻ ഇരിക്കുകയായിരുന്നു. ഭയവും പരിഭ്രമവും കൊണ്ട് അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവന്റെ കണ്ണുകൾ നാലുപാടും എന്തെല്ലാമോ പരുതിക്കൊണ്ടിരുന്നു. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ചിന്ത അവനിപ്പോൾ ഇല്ല. കിഷോറിന്റെ വീട് വരെ സാറിനെത്താൻ കഴിഞ്ഞെങ്കിൽ ഇനി ഇതിന് പിന്നാലെ തന്നെ പോലീസും എത്തും. നീ ഇങ്ങനെ കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടണ്ട മോനെ നിഹാനെ. നിനക്ക് എന്നാത്തിനായിരുന്നടാ ആ പാവം പെങ്കൊച്ചിനോട് ഇത്രയും ദേഷ്യം? അതിനെ കൊല്ലാൻ നോക്കാൻ മാത്രം. സാറ് പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവളോട് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. മോനെ നിഹാനെ, പിടിയിലായി കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കളി വിട്ട് മോൻ കാര്യം പറയാൻ നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ സാർ. ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഞാനും അവളും തമ്മിൽ അവിടെ വെച്ച് സംസാരിച്ചു, ചെറിയ രീതി വഴക്കിട്ടു എന്നൊക്കെയുള്ളത് സത്യമാണ്. ഞാൻ ആ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. നിന്റെ ഈ കരച്ചിലും വർത്തമാനം ഒന്നും നടക്കത്തില്ല. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് പോലീസിന് കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. നിന്റെ അഭിനയം ഒന്നും എനിക്ക് കാണണ്ട നിഹാൻ. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാണ്. എന്തിനാണ് നീ മേധയെ കൊല്ലാൻ ശ്രമിച്ചത്? സാറേ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. നിഹാൻ കരഞ്ഞുകൊണ്ട് അവന്റെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെന്തിനാണ് ബി ബ്ലോക്കിന് സമീപം നീ ഒളിച്ചു നടന്നത്? CCTVയിൽ നീയുണ്ട്. സംഭവത്തിന് മുമ്പ് അവളോട് സംസാരിച്ചത് നീയാണ്. സത്യം പറ. നിഹാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. സാർ, ഞാനും മേധയും പ്രണയത്തിലായിരുന്നു. പക്ഷെ കുറച്ചു ദിവസങ്ങളായി അവൾ എന്നെ ഒഴിവാക്കുകയായിരുന്നു. ഇന്നലെ കാരണം ചോദിക്കാനാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നേക്കാൾ നല്ല പെണ്ണിനെ നിനക്ക് കിട്ടുമെന്ന്. ഞാൻ ചീത്തയാണെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല സാർ. നിന്നെ അവൾ അത്രയേറെ പ്രേമിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്തിനാടാ പറയുന്നത്? അതുകൊണ്ട് മോൻ കൂടുതൽ നാടകം ഇറക്കാതെ കാര്യം പറയാൻ നോക്ക്. ഇസഹാക്കിനും നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല സാർ. അവൾ എന്നെ ഒരുമാതിരി ഒഴിവാക്കുന്നത് പോലെയായിരുന്നു ഈ ഇടയായിട്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി 11 മണി കഴിയുമ്പോൾ ഫോൺ ചെയ്യുന്നവളാ. ഇപ്പൊ 11 മണി പോയിട്ട് 8 മണിക്ക് പോലും ഫോൺ കോളുകളില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അവളുടെ ഏട്ടനൊക്കെ വന്നതുകൊണ്ട് അവൾ തിരക്കിലായിരിക്കുമെന്ന്. പിന്നെ അതങ്ങ് സ്ഥിരമായി. കോളേജിൽ വന്നാലും ഈ 2-3 ദിവസം എന്നെ അവോയ്ഡ് ചെയ്യാനൊക്കെ നോക്കുന്നത് പോലെ. പെട്ടെന്നാണ് അവിടേക്ക് കാരസ്ഥ ശങ്കരൻ ഫോണുമായി ഓടി വന്നത്. അതിലെ വീഡിയോ ഇസഹാക്കിന് നേരെ അദ്ദേഹം നീട്ടി. മോനെ ഇസഹാക്കെ, ഒന്ന് നോക്കിയേ, ശങ്കരൻ നായർ പറഞ്ഞു. ഇസഹാക്കിന്റെ നിഹാന്റെ ശ്രദ്ധ ആ വീഡിയോയിലേക്ക് മാത്രമായി ഒതുങ്ങി. സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് തെളിഞ്ഞു. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനി മേധ വിശ്വനാഥൻ ബോധം വീണ്ടെടുത്തു. മെഡിക്കൽ പരിശോധനയിൽ മേധ 1.5 മാസം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ ആ പെൺകുട്ടി അമിത മയക്കുമരുന്നുകൾക്ക് അടിമയാണെന്നും. നോ! ആ വാർത്ത കേട്ട നിമിഷം പത്തായപ്പുരയ്ക്കുള്ളിൽ ഒരിടിമിന്നൽ പാഞ്ഞതുപോലെ തോന്നി. നിഹാന്റെ അലർച്ച കേട്ടാണ് ഇസഹാക്കും ശങ്കരനും സ്വബോധത്തിലേക്ക് വന്നത്. പച്ചക്കള്ളമാണി പറയുന്നത്. അവൾക്ക് മയക്കുമരുന്ന് പോയിട്ട് കഞ്ചാവ് കണ്ടാൽ പോലും തിരിച്ചറിയാൻ മേലാത്തവളാ. ഇതൊക്കെ ആരോ മനഃപൂർവ്വം കള്ളം പറയുന്നതാ. അവൾക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ല. ഇസഹാക്ക് ഒരു പിരിവും ഉയർത്തി അവനെ ഒന്ന് നോക്കിയിരുന്നു. അവന്റെ വാക്കുകളിൽ ഒരു തരിമ്പ് പോലും കള്ളമില്ലെന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. അവൾ മയക്കുമരുന്നിന് അടിമയല്ല. പക്ഷേ അവൾ ഗർഭിണിയാതെങ്ങനെ? ഇത് നിന്റെ തന്നെയല്ലേ? ഇതിന്റെ പേര് തർക്കം വന്നപ്പോഴല്ലേ നീ അവളെ മുകളിൽ നിന്ന് തള്ളിയിട്ടത്? ഗർഭിണിയോ? അവൻ ഞെട്ടലോടെ പെറുപെറുത്തു. അപ്പോൾ അവൾ പറഞ്ഞതിൽ ഇതിനെക്കുറിച്ചായിരുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സാർ. ഞാൻ അവളെ തൊട്ടിട്ട് പോലുമില്ല. നിഹാൻ ആകെ തകർന്നു. പക്ഷെ വാർത്ത അവിടെ കൊണ്ട് അവസാനിച്ചില്ല.
കേസിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന നിഹാന് വേണ്ടി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. സൂര്യവംശി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയം ചിറ്റക്കാട് റോട്ടറി വില്ലേജിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നിഹാൻ കസേരയിൽ നിന്ന് താഴേക്ക് വീണു.